പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണവുമായി കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്. ജില്ലാ പഞ്ചായത്ത് ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾക്ക് കരാറുകൾ നൽകിയതിലും ദുരൂഹതയുണ്ട്. 10.47 കോടിയുടെ കരാർ ദിവ്യ പ്രസിഡന്റായിരിക്കെ നൽകി. പടിയൂരിലെ ABC കേന്ദ്രത്തിനുള്ള കരാർ നൽകിയത് ബിനാമി കമ്പനിക്കാണ്. അരുൺ കെ വിജയൻ കളക്ടറായ ശേഷം മാത്രം 5.25 കോടിയുടെ കരാർ നൽകിയതിൽ സംശയമുണ്ടെന്ന് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറും ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്കാണ്. ഈ കാലയളവിൽ 10.47 കോടിയോളം രൂപയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രക്ക് കിട്ടി. കാർട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡിന് ആദ്യം കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് പടിയൂർ ABC കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിനായി നിർമ്മിതി കേന്ദ്രക്ക് ജില്ലാ പഞ്ചായത്ത് കരാർ നൽകിയ ആ കരാർ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയത് ഈ പറയപ്പെട്ട PP ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡാണ്. നിലവിലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ കളക്ടറായിരിക്കുന്ന 2023-24 കാലഘട്ടത്തിലാണ് ഈ കരാർ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ 10.47 കോടിയോളം രൂപയിൽ 5.25 കോടിയിലധികം രൂപയുടെ കരാർ നടന്നത് ഈ ഒരൊറ്റ കാലയളവിലാണ് എന്ന ഒരു ഗൗരവമുള്ള വിഷയം കൂടി സംശയത്തിന് ബലം പകരുന്നുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു നമുക്കൊപ്പം. അർജുൻ കല്യാട്, പി ദിവ്യ തിരിച്ച് പോരാടാൻ ഇറങ്ങുമ്പോൾ കൂടുതൽ ആരോപണങ്ങളുമായി അതിൽ കളക്ടർ അരുൺ കെ വിജയനെ കൂടി കക്ഷിയാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നതാണല്ലോ കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിൽ നിന്ന് നമ്മൾ കാണുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ പരസ്പരമുള്ള പോരാട്ടം കടുക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അർജുൻ? സുജിയ പാർവതി, അതായത് കഴിഞ്ഞ ദിവസമാണ് പി ദിവ്യക്കെതിരെ ബിനാമി കമ്പനി ഇടപാടുകളും അതുപോലെ തന്നെ പാലക്കയം തട്ടിലുള്ള ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടും കെഎസ്യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയത്. അതിനു പിന്നാലെ തന്നെ മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഫേസ്ബുക്കിലൂടെ പി ദിവ്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ ഷമാസ് കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തുകയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിൽക്ക് വഴി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫ്രീ ഫാബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കരാറുകൾ സിൽക്ക് മുഖാന്തരം കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് മുഹമ്മദ് ഷമാസ് ഉയർത്തിയിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകൾ സംബന്ധിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷമാസ് ആരോപണം ഉയർത്തുന്നത്. ഇതിൽ പറയുന്നത് ഈ നിർമ്മിതി കേന്ദ്രം നൽകിയിട്ടുള്ള ചില കരാറുകൾ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് തന്നെ ലഭിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി എന്തായാലും അർജുൻ കല്യാട്, ദിവ്യക്കെതിരെ വീണ്ടും കെഎസ്യു രംഗത്ത് വരുന്നു. പി ദിവ്യയും ഉറച്ചു തന്നെയാണ്. ഇക്കാര്യങ്ങളിൽ തിരിച്ചും നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് പി ദിവ്യ.